ഒരാഴ്ചയ്ക്ക് മുമ്പ് മലയാളത്തിൽ ഒരു സിനിമ റിലീസാകുന്നു. സിനിമയുടെ പേര് എമ്പുരാൻ. സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയ മൊത്തം സിനിമയെക്കുറിച്ചുള്ള ചർച്ചയാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ പടം ലൂസിഫറിന്റെ 2ാം ഭാഗം എന്നീ നിലയിലാക്കി. അങ്ങനെ സിനിമ റിലീസാകുന്നു. മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് സിനിമ ഇഷ്ടമാകുകയും പടം 200 കോടിയോളം കളക്ട് ചെയ്ത് ഹയസ്റ്റ് ഗ്രോസർ ഫിലിമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനലുകൾ തുറന്നാലും എമ്പുരാൻ മാത്രമായിക്കൊണ്ടിരിക്കുകയാണ് ചർച്ച. എന്തുകൊണ്ട്? സിനിമ കണ്ടവർക്കറിയാം, സിനിമയുടെ ആദ്യത്തെ ഒരു അരമണിക്കൂറോളം ഭാഗം ചർച്ച ചെയ്യുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റിനെ കുറിച്ചാണ്. ആ സബ്ജക്ട് ചിലവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പൊ സെൻസർ ബോർഡ് ഇടപെട്ട് സിനിമയിലെ ഒരു 17 സീൻസോളം കട്ട് ചെയ്ത് പുതിയ വെർഷൻ റിലീസാകാൻ പോവുകയാണ്. ഈ അടുത്ത ഇന്നോ അല്ലെങ്കിൽ നാളെയോ അത് തിയേറ്ററിൽ എത്തുകയും ചെയ്യും. ഇവിടെ ഇത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇന്നും ഒരു ജനാധിപത്യ രാജ്യത്താണോ അല്ലെങ്കിൽ ഒരു രാജഭരണത്തിന് കീഴിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു സിനിമയ്ക്ക് അതിന്റെ സിനിമാറ്റിക് സ്പേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഫണ്ടമെന്റൽ ലോ ഉണ്ട്, റൈറ്റ് ഫോർ ഓൾ. ആ റൈറ്റ് ഫോർ ഓൾ എന്ന് പറഞ്ഞ ലോ എല്ലാവർക്കും ഒരേപോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നു, അതൊരു കോൺട്രവേഴ്സി ആകുന്നു, പലരും അതിനെ എതിർക്കുന്നു, സെൻസർ ബോർഡ് ഇടപെട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നാൽ ഇതുപോലെ ഇറങ്ങി എത്ര പടത്തിൽ സെൻസർ ബോർഡ് ഇടപെട്ട് കട്ട് ചെയ്തിരിക്കുന്നു? നമുക്കറിയാം, കേരള സ്റ്റോറീസ് എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എത്ര ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു? കേരള സ്റ്റോറീസിന്റെ ഒരു ഫിക്ഷണൽ സ്റ്റോറി ഒരു എൻറ്റയർ സ്റ്റേറ്റിനെ ടാർഗറ്റ് ചെയ്താണ് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് എത്ര പേര് ഇടപെട്ട് അതിനകത്തെ സീൻസുകൾ കട്ട് ചെയ്ത് മാറ്റി. ഈവൻ നമ്മുടെ സംസ്ഥാനത്തുള്ളവർ അതിനെ സപ്പോർട്ട് ചെയ്തവരുണ്ട്. അതാണ് പറഞ്ഞത്, മറ്റവനെ തകർക്കാൻ വേണ്ടി എന്ത് ചെയ്താലും ആർക്കും ഒരു പ്രശ്നമില്ല. എന്നാൽ സ്വന്തം കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പറ്റില്ല. പേടിയാണ്. എന്തിനാണ് ഈ പേടിക്കുന്നത്? ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ആദ്യത്തെ അരമണിക്കൂർ ചർച്ച ചെയ്യുന്നത് ഒരു റിയൽ ഇൻസിഡന്റാണ്. ആ റിയൽ ഇൻസിഡന്റ് പറയുമ്പോൾ പലർക്കും പൊള്ളുകയാണ്. പലരും വിചാരിക്കുന്നത് മറ്റുള്ളവർ കാണില്ല, അങ്ങനെ അറിയില്ല എന്നാണ്. എന്നാൽ സിനിമയ്ക്ക് ഏറ്റവും വലിയ പ്രൊമോഷനാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രശ്നത്തോടുകൂടി സിനിമ കാണാത്തവരായിട്ടുള്ളവരും ഓടിപ്പോയി സിനിമ കാണുവാണ്. അതായത് പുതിയ സെൻസർ പ്രിന്റ് വരുന്നതിന് മുമ്പായിട്ട്. ഇപ്പൊ ബുക്ക് മൈ ഷോയിലൊക്കെ എടുത്ത് നോക്കി കാണാം, റെക്കോർഡ് കണക്കിന് വീണ്ടും ടിക്കറ്റ് ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഭയക്കുന്നത്? മറ്റവനൊരു പ്രശ്നം വരുമ്പോൾ അവന് വരട്ടെ, നമുക്ക് ഒരു മാത്രം നമുക്ക് ഇടപെട്ടാൽ മതി എന്നുള്ള ചിന്താഗതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പൊ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ കാശ്മീർ ഫയൽസ് എന്ന സിനിമ വന്നപ്പോൾ അതിനെതിരായിട്ട് പലരും പ്രതിഷേധിച്ചു. എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് ഇതിനകത്ത് ഇടപെടുവോ അല്ലെങ്കിൽ ഇത് പറ്റില്ല, ശരിയാണ്, ഇവർ പറയുന്ന ഉന്നയിക്ക് നമുക്ക് ഇതിനകത്തെ ഭാഗം കട്ട് ചെയ്യാം എന്ന് ആരും ഇടപെട്ടിട്ടില്ല. പക്ഷേ ഇവരെ കുറിച്ചൊരു പ്രശ്നം വന്നപ്പോഴത്തേക്കും ചാടി ഇടപെടാൻ ആൾക്കാർ, അതൊരു റിയൽ ഇൻസിഡന്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് പലർക്കും കൊള്ളുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി ഇങ്ങനത്തെ ഒരു പ്രശ്നത്തെ ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ ഇത് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കിയാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് നോക്കിയാൽ എത്രയോ മുമ്പത്തെ പല വീഡിയോകൾ ഇപ്പൊ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് കാണാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർ വരെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്തായിരുന്നു നടന്നത്, ഈ കലാപങ്ങളൊക്കെ എന്തായിരുന്നു. സോ 100ൽ 10 പേർക്ക് മാത്രം അറിയാവുന്ന കാര്യം 100ൽ 99 പേരിലേക്ക് എത്തിയേക്കണം. പേഴ്സണലി എനിക്ക് ഈ സിനിമ കട്ട് ചെയ്തതിനോട് യാതൊരു യോജിപ്പുമില്ല. കാരണം ഒരു സിനിമാറ്റിക് സ്പേസിൽ പറയാനുള്ള കാര്യം തന്നെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് അവർ ഗംഭീരമായിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്തു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ആദ്യത്തെ അരമണിക്കൂറുകളായിരുന്നു. ഞാൻ സിനിമ റിവ്യൂ ഇട്ടപ്പോഴും പറയുന്നത് എനിക്കൊരു ആവറേജ് സിനിമയായിട്ട് മാത്രമാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് സീൻസുകൾ എനിക്ക് ഗംഭീരമായിട്ട് തോന്നിയെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഈ ആദ്യത്തെ കുറച്ച് നേരത്തെ കാര്യങ്ങളാണ് ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ആ സീൻസിലാണ് ഇവർ ഇന്ന് കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുന്നത്. പക്ഷേ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത് കാണാത്ത ആൾക്കാർ തന്നെ അതിന് ആ ഒരു വർഷം വരുന്നതിന് മുമ്പ് തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡ് കണക്കിന് ടിക്കറ്റ് വിറ്റും തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് പറയാനുള്ള ഒരു സിനിമയ്ക്ക് ഒരു സിനിമാറ്റിക് സ്പേസ് ഉണ്ട്, അതിനെ എപ്പോഴും അലോട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ആരും മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമായി വരികയില്ല, ഈ സിനിമ വന്നു ഇറങ്ങി പോയതിന്. പക്ഷേ പലർക്കും പൊള്ളിയ പലരും ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഈ സിനിമ പറയുന്ന കാര്യം എൻറ്റയർലി വ്യാപിച്ചു പോകുന്നതും ഈ സിനിമ കാണാത്തവരോട് ഇതിലേക്ക് വരുന്നതും ഇതിൽ നടന്ന കഥയെ സെർച്ച് ചെയ്ത് വീണ്ടും ഇതിനകത്ത് എന്താ നടന്നതെന്ന് അറിയാൻ ശ്രമിക്കുന്നതും. സോ ഇത് ഈ സിനിമയെയും ബൂസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഈ നടന്ന കാര്യത്തിനെ പിന്നെയും ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. സോ അടുത്ത വീഡിയോ ആയിരുന്നായിരിക്കും. ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.